ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. പലരും ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് ദിവസമായല്ലോ റീഡിങ് കണ്ടിട്ട് എന്ന്. അപ്പോൾ നമ്മളിന്ന് റീഡിങ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അത് എന്ത് കാര്യമാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോയാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് അവരുടെ കറന്റ് ഫീലിങ്സ് ഒന്നെടുക്കാവേ. പേജ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. സിക്സ് ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. കിങ് ഓഫ് വാൻഡ്സ്, ഫുൾ കാർഡ് ജമ്പ് ചെയ്തതാണ്. King of Pentacles, King of Swords, Temperance, the Empress, Knight of Pentacles, Eight of Swords. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അവരുടെ കറന്റ് ഫീലിങ്സ് ആണ്, അവരുടെ കറന്റ് എനർജി, ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ ബോട്ടം വന്നിരിക്കുന്നത് എന്താണ്? 3 ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ്. അപ്പോൾ 3 ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കാര്യത്തിന് വേണ്ടി ഒരു ലക്ഷ്യത്തിലേക്ക് അവർ ദൃഷ്ടി നട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ലക്ഷ്യം എന്ന് പറയുമ്പോൾ അത് നിങ്ങളെന്ന ലക്ഷ്യം ആവണം. കാരണം നമ്മളിവിടെ റിലേഷൻഷിപ്പ് റീഡിങ്ങിലേ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ കറന്റ് എനർജിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവരിവിടെ എന്തിനോ വേണ്ടി നോക്കിയിരിക്കുന്നു, എന്തിനോ ഇവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നു, എന്തിനോ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അതായത് പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ് നമുക്ക് ഫസ്റ്റിൽ തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അവരുടെ ഉള്ളിൽ നിന്ന്, അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഇപ്പോഴും നിങ്ങളിലേക്കൊരു ലവ് പ്രപ്പോസൽ ഉണ്ട്. മനസ്സിലായി? നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അവരങ്ങ് നിങ്ങളെ തീർത്തും മറന്നിരിക്കുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും അതിനിവിടെ ഒരു മാറ്റമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ നിന്നും നിങ്ങളോട് ഒരു ലവ് പ്രപ്പോസൽ ഉണ്ട്. ചിലപ്പോൾ ഇവിടെ നിങ്ങളെക്കാളും യങ്ങായിട്ടുള്ള വ്യക്തിയാണെന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ പേജാണ് വന്നിരിക്കുന്നത്, പേജ് ഓഫ് കപ്സ്. വളരെയധികം സന്തോഷത്തിൽ, അതായത് വളരെ നിറഞ്ഞ സ്നേഹത്തോടു കൂടി നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ സ്നേഹം വേണമെന്ന് ഇവിടെ ആഗ്രഹിക്കുന്നു. അതാണ് ഇവിടെ കാണുന്നത്. പിന്നെ അതിനിടയിൽ ഇവിടെ 6 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി വന്നിട്ടുണ്ട്. അതിനിടയിൽ ഇവർക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ, നമ്മളിവിടെ റീഡിങ് നോക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് അവസ്ഥയിലേക്ക് കടന്നിരിക്കാം എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്ന എനർജി. അത്തരമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, അവരിവിടെ 8 ഓഫ് സോഡിന്റെ എനർജി ഉണ്ട്. 8 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ കണ്ടില്ലേ, 6 ഓഫ് പെന്റക്കിൾസ്, 8 ഓഫ് സോഡ്. ഇത് രണ്ടും കൂടെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരിവിടെ ഒരു തേർഡ് പാർട്ടിയോട് അനുകമ്പ കാണിക്കുന്നു എന്നുള്ളതാണ്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന തരത്തിലുള്ള തേർഡ് പാർട്ടി ആവണമെന്നില്ല. ഒന്നുകിൽ അത് ചിലപ്പോൾ ഇവരുടെ വീട്ടുകാരാവണം, അവരോട് കൂടുതലായിട്ട് സ്നേഹത്തിൽ പെരുമാറിയിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെയാവണം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഇത്തരത്തിലൊരു സെപ്പറേഷൻ വന്നത് എന്ന് കാണുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്കൊരു സംശയം തോന്നിയിരിക്കാം. പക്ഷെ എന്നിരുന്നാൽ കൂടെയും അവരിവിടെ ബന്ധനത്തിലാണെന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി ആവാം, മറ്റേതെങ്കിലും ഒരു തരത്തിലുള്ള തേർഡ് പാർട്ടിയും ആവാം. കാരണം ഇവിടെ സാമ്പത്തികമായിട്ട് അവർ സഹായിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ചിലപ്പോൾ മറ്റാർക്കെങ്കിലും ഇവർ സാമ്പത്തികം കൊടുത്ത് സഹായിച്ചിട്ടുണ്ടാവാം. അതുവഴി ചിലപ്പോൾ
കൂടുതലായിട്ടൊരു കോണ്ടാക്ട് വന്നിട്ടുണ്ടാവാം അത്തരത്തിലുള്ള ഒരു വ്യക്തിയുമായിട്ട്. അങ്ങനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്നിട്ട് തീർത്തും ചിലപ്പോൾ ഇവർ അവരുടെ ഒരു ബന്ധനത്തിലാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ അവരെ സഹായിച്ചു. അപ്പൊ ഇത് ചിലപ്പോൾ ചില ബന്ധുക്കളെ ആവാം. മനസ്സിലായോ? നമുക്ക് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിടയിലുള്ള ഏതൊരു വ്യക്തിയാണോ നിങ്ങളുടെ ബന്ധത്തില് ഇവിടെ ഒരു തടസ്സം സൃഷ്ടിക്കുന്നത് ആ ഒരു സാഹചര്യമാവാം. ചിലപ്പോൾ ബന്ധുക്കൾ ഒക്കെ ഇവരോട് ചിലപ്പോൾ സാമ്പത്തികമൊക്കെ ചോദിച്ചിട്ടുണ്ടാവാം, ഇവർ സഹായിക്കുന്ന കൂട്ടത്തിലാവാം. അങ്ങനെ സഹായിച്ചപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവാം, അതുവഴി നിങ്ങൾ തമ്മിൽ കുറച്ചൊന്ന് അകൽച്ചയിൽ വന്നിട്ടുണ്ടാവാം എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ചിലപ്പോൾ അവരുടെ വീട്ടുകാർ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവാം നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ. അങ്ങനെയും പ്രശ്നമുണ്ടാകാം എന്നാണ് ഇവിടെ കാണുന്നത്. പക്ഷെ എന്നിരുന്നാൽ കൂടെ എന്തായാലും അവർ ഒരു ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്നത് പോലെയാണ് ഇവിടെ കാണുന്നത്. അത് ചിലപ്പോൾ അവരുടെ പവർലെസ് ആയിട്ട് കാണപ്പെടുന്നു എന്നുണ്ട്. അങ്ങനെ കാണപ്പെടുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ നിങ്ങളിലേക്ക് എത്തപ്പെടാൻ പറ്റുന്നില്ല. അതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ അവരുടേത് എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും. ചിലപ്പോഴൊക്കെ കണ്ടില്ലേ കിങ് ഓഫ് വാൺസ്, ചിലപ്പോഴൊക്കെ നിങ്ങൾ മെസ്സേജ് അയക്കുന്നുണ്ട്, നോക്കുന്നില്ല, കാണുന്നില്ല. നിങ്ങൾ മെസ്സേജ് അയക്കുന്നുണ്ട്, ചിലപ്പോഴവരത് സീ ചെയ്യുന്നുണ്ട്, എന്നിരുന്നാൽ കൂടെയും നിങ്ങളോട് അതിന് പ്രതികരിക്കുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയും വരാം. 2-3 തരത്തിൽ ഇവിടെ അവസ്ഥകൾ വരാം. കാരണം ഒന്നുകിൽ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല, അല്ല എങ്കിൽ നിങ്ങളെ കാണുന്നുണ്ട്, മൈൻഡ് ചെയ്തു എന്ന് നടിക്കുന്നില്ല. മനസ്സിലായോ? തിരിഞ്ഞിരിക്കുന്നു. വീട്ടിലുണ്ടെങ്കിൽ തന്നെയും ചിലപ്പോഴൊക്കെ അവർ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഒന്ന് തിരിഞ്ഞിരിക്കും. പക്ഷെ അത് നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, എന്തെങ്കിലുമൊക്കെ നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അല്പം പിണക്കമുണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയും അവരൊന്ന് തിരിഞ്ഞിരിക്കാം. അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. പിന്നെ നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നു എന്ന് കാണുന്നുണ്ട്. ഇടയ്ക്ക് വന്നപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബന്ധനം എന്ന് പറയുകയല്ല, ഇവിടെ ഒരു അകൽച്ച സംഭവിച്ചിരിക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള സ്മൂത്തായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആ ബന്ധത്തിനിടയിൽ ഒരു അകൽച്ച വന്നിരിക്കുന്നു, ഒരു വിള്ളൽ വീണിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വാഹനം ഇവിടെ സ്റ്റക്കായിരിക്കുന്നു. വാഹനത്തിന് പഴയതുപോലെ മുൻപോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും നിങ്ങൾ മുൻപ് വന്നിരുന്നത് പോലെ, നിങ്ങൾ മുൻപ് സ്മൂത്തായ ഒരു അവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരുന്നത്, വളരെ സ്നേഹത്തിൽ വന്നുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇടയ്ക്ക് വെച്ച് അത് സ്റ്റക്കായിപ്പോയി, ഇടയ്ക്ക് വെച്ച് നിന്നുപോയി. നല്ല ബന്ധം ഇടയ്ക്കൊന്ന് മുറിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഇപ്പോൾ കഴിയുന്നത് എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഒരു വീട്ടിൽ കഴിയുകയാവാം. ഒരു വീട്ടിൽ കഴിഞ്ഞാലും കുറച്ചൊരു അകൽച്ച പോലെ, അല്ലെ? മാനസികമായിട്ട്, മെന്റലി, ഫിസിക്കലി ഒക്കെ ഒരു അകൽച്ച പോലെ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഒരു വീട്ടിൽ കഴിഞ്ഞാലും ചിലപ്പോൾ അകലത്തിലായിരുന്നിരിക്കാം. ഈ അകലത്തിലായിരുന്നാൽ പോലും ചിലപ്പോൾ രാവിലെ ഗുഡ് മോർണിംഗ് ഒക്കെ ഇടും, എന്താ വിശേഷം ചോദിക്കും. നിങ്ങൾക്ക് അവരുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെയും മനസ്സിലാക്കാൻ കഴിയും പഴയതുപോലുള്ള ഒരു അടുപ്പം ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു അവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നും അവർ കുറച്ചുകൂടി മുന്നോട്ട് വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കത്തിലേക്ക് വരണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ ഒരു അവസ്ഥ, കാരണം ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ സാഹചര്യം ഉണ്ടല്ലോ, നമ്മൾ ഒരു വീട്ടിൽ കഴിഞ്ഞാലും പരസ്പരം മിണ്ടാതെയും സംസാരിക്കാതെയും അല്ല എങ്കിൽ പരസ്പരം ജോളിയാവാതെ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ എന്നും പറയാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ചോദിച്ച് യെസ് ഓർ നോ മൂളി അങ്ങനെയാണ് ജീവിതം കഴിച്ചിരുന്നത്. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു വ്യത്യാസം വരുത്തണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അതാണ് ഇവിടെ ഫുൾ കാർഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു പുതിയതായിട്ട് വീണ്ടും ഒരു നല്ല ലൈഫിലേക്ക് പോകണം. ദൈവത്തിലുള്ള ആ വിശ്വാസം കൊണ്ട് ദൈവം കാത്തുകൊള്ളും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ ദൈവത്തിലൊന്ന് വിശ്വസിച്ച് ദൈവമേ എന്നെ കാത്തു രക്ഷിക്കണേ, എന്നെ കാത്തോളണേ, ഈ ബന്ധത്തിൽ ഇനിയൊരു വിള്ളൽ വീഴ്ത്തല്ലേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട്, ഇതിൻ്റെ ഒരു പ്രശ്നവും ഉണ്ടാക്കല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പുതിയൊരു തുടക്കത്തിനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
കിങ് ഓഫ് സോഡിന്റെ എനർജിയാണ്. കണ്ടില്ലേ, ഇവിടെ വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കിങ് ഓഫ് സോഡ് വന്നിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, ഈ ജീവിതത്തിന്, ഈ ഒരു ലൈഫിന്, ഈ ഒരു സ്നേഹബന്ധം ഒരിക്കലും പിരിഞ്ഞു പോകുന്നതല്ല. നമുക്കിത് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് ഒന്നിച്ചു തന്നെ പോകണം. ആരുടെയും വാക്ക് മാറ്റാൻ പാടില്ല. വാക്ക് പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. തന്നെയുമല്ല, അവരൊരു കിങ്ങിന്റെ സ്ഥാനത്തിരുന്നുകൊണ്ട് പറയാവുന്നത് എന്തെങ്കിലുമൊക്കെ തുടക്കം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല അർത്ഥമുള്ള വാക്കുകളായിരിക്കണം അവർ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും പിരിയാൻ പാടില്ല, മുന്നോട്ട് നല്ല സ്നേഹമായിട്ട് പോകണം എന്നൊക്കെ അവർ നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നതാണ് എന്ന് ഇവിടെ കാണുന്നുണ്ട്. അതേപോലെ ആ പഴയ ഒരു പവറിൽ തന്നെ, അത് ഒരു അതോറിറ്റി പവറിൽ തന്നെ മുന്നോട്ട് പോകണം എന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അങ്ങനെ പോകുമ്പോഴാണ് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും നിങ്ങളിലേക്ക് വരുന്നത്. അവരിപ്പോൾ ചിലപ്പോൾ നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളോടൊത്ത് നല്ലൊരു ഫാമിലിയിലേക്ക് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാകാം. എന്തായാലും അവരിവിടെ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഒരു അബണ്ടൻസിലേക്ക് പോകണം എന്നാണ് ആഗ്രഹം. അബണ്ടൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? നല്ലൊരു ഫാമിലി വളരെയധികം സ്നേഹത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഫാമിലി ആവണം ഇനിയുള്ളത് എന്ന് അവരിവിടെ ആഗ്രഹിക്കുന്നുണ്ട്. കിങ് ഓഫ് പെന്റക്കിൾസ് കണ്ടില്ല, നിങ്ങളുമായിട്ട് പുതിയ ഒരു ബോണ്ടിങ്ങിലേക്ക് വരണം, നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെന്റിലേക്ക് നീങ്ങണം എന്നിവിടെ ആഗ്രഹിക്കുന്നുണ്ട് അവർ. അപ്പോൾ തീർച്ചയായിട്ടും പഴയ എല്ലാവിധത്തിലുമുള്ള പ്രശ്നങ്ങളെയും ഒഴിവാക്കിയിട്ട്, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിനെയെല്ലാം തകർത്തിട്ട് തീർച്ചയായിട്ടും മുന്നോട്ട് തന്നെ വരണം. ഈ കാര്യം അവർ നിങ്ങളോട് പറയാൻ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് കിങ് ഓഫ് പെന്റക്കിൾസ് വന്നിരിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, കാരണം ഇത് അവരെ വളരെയധികം മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു. കണ്ടില്ല, അവരൊരു ബന്ധനത്തിലായി കഴിഞ്ഞിരിക്കുന്നു. അവർ എത്തരത്തിലുള്ള ബന്ധനം, ചിലപ്പോൾ അവർ തേർഡ് പാർട്ടിയുടെ ബന്ധനത്തിലായിരിക്കും. അതുമല്ല എങ്കിൽ അവർ അങ്ങനെ നടിക്കുന്നുണ്ടാവാം. അവർക്ക് അവിടെ നിന്ന് വരാൻ പറ്റും, അവർക്ക് ആ ഒരു ബന്ധനത്തിൽ നിന്നും വരാൻ പറ്റും. പക്ഷെ അവരങ്ങനെ ചിലപ്പോൾ നടിക്കുന്നുണ്ടാവാം, ചിലപ്പോൾ ബന്ധനത്തിലാവാം, ചിലപ്പോൾ അവരങ്ങനെ നടിക്കുന്നതും ആവാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അവരെയും പിണക്കാൻ പാടില്ല. അങ്ങനെ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നു. കാരണം ഇവിടെ കിങ് ഓഫ് സോഡ് വന്നിട്ടുണ്ട്, ഇവിടെ കിങ് ഓഫ് പെന്റക്കിൾസ്, രണ്ട് തരത്തിലും ഉള്ള എനർജി വന്നിട്ടുണ്ട്. കാരണം ഒരു നല്ല വ്യക്തിയുടെയാണ്, നല്ല പേഴ്സണാലിറ്റിയുള്ള നല്ല ഒരു വ്യക്തിയുടെയാണ്, ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള നല്ല ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പറയാൻ പറ്റും, ഈ ബന്ധനത്തിൽ നിന്നും അവർ രക്ഷപ്പെട്ടിട്ട് മുന്നോട്ട് വരും, നിങ്ങൾക്ക് വേണ്ടി അവർ മുന്നോട്ട് വരും എന്ന് നിങ്ങളോട് പറയണം എന്ന് ആഗ്രഹിക്കുന്നു. കാരണം അത് തന്നെയുമല്ല, നിങ്ങളോടൊരു അഡിക്ഷൻ ഉണ്ട് അവർക്ക്, നിങ്ങളെ ഒരിക്കലും വിട്ടുപിരിഞ്ഞു പോകാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യവും നിങ്ങളോട് പറയണം എന്നവരിവിടെ ആഗ്രഹിക്കുന്നുണ്ട്. പുതിയൊരു തുടക്കത്തിലേക്ക് വീണ്ടും വരണം. കണ്ടില്ലേ, പുതിയൊരു തുടക്കം അവരാഗ്രഹിക്കുന്നു. ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് ഇവിടെ കൂടുതലായിട്ടും ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളുമായിട്ടുള്ള സ്നേഹത്തെ വിട്ടുകളയാൻ അവർ തയ്യാറല്ല. വീണ്ടും ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകണം. ഈക്വലായിട്ട് ഗിവ് ആൻഡ് ടേക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അങ്ങോട്ട് കൊടുക്കണം സ്നേഹം, ഇങ്ങോട്ട് വാങ്ങിക്കണം. അങ്ങനെയുള്ള തീരുമാനത്തിലൂടെ അവർക്ക് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഈ വിവരം അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്ക് റിലേഷൻഷിപ്പില് പ്രശ്നം എന്താണെന്ന് നോക്കാവേ. എത്തരത്തിലാണ് അവർ നിങ്ങളെ സ്നേഹിച്ചിരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാവേ. സണ്ണാണ്, സൺ കാർഡ് കണ്ടില്ലേ. ഇവിടെ ലോങ് ടേം ആൻഡ് ഹാർമോണിയസ് ലവ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്, നിങ്ങളോട് നേരത്തെ തന്നെ അവർ പറഞ്ഞിരുന്നു ഒരിക്കലും പിരിയാൻ പാടില്ല, അത്രമാത്രം വളരെ സ്നേഹത്തോടു കൂടി ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകണമെന്ന് അവർ നിങ്ങളോട് നേരത്തെ തന്നെ പ്രോമിസ് ചെയ്തിരുന്നു. നിങ്ങൾ പരസ്പരം പ്രോമിസ് ചെയ്ത് മുന്നോട്ട് വന്നിരുന്നതാണ്. സണ്ണിന്റെ എനർജിയാണ്. ഇനി ആയാലും ഈ ഒരു ബന്ധത്തിലൂടെ വേണം മുന്നോട്ട് പോകാൻ, ഇത്രമാത്രം വളരെ ഹാപ്പിനെസ്സിലൂടെ വേണം മുന്നോട്ട് പോകണമെന്ന് അവരിവിടെ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. വളരെ സന്തോഷത്തിൽ നിങ്ങളുമായിട്ട് മുന്നോട്ട് ഒരു ലൈഫ്, അത് കുഞ്ഞുങ്ങളും ഒത്തുചേർന്ന് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വിവാഹത്തിലേക്ക് വരണം, കുട്ടികളുടെ ജനനത്തിലേക്ക് ആഗ്രഹിക്കുന്നവർക്ക് കുട്ടികളുമായി സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള ഒരു ജീവിതത്തിലേക്ക് വരണം എന്നും അവരിവിടെ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്.
ഇവിടെ 6 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്, കണ്ടല്ല. ഇവിടെ ബാലൻസ് ചെയ്ത് പോകണം എന്നവർ ആഗ്രഹിക്കും. നേരത്തെ തന്നെ അവർ പറഞ്ഞിരുന്നത് എന്താണ്, മറ്റാരുടെയോ സ്നേഹത്തിന് വേണ്ടി ഇടയ്ക്ക് പോയി, നഷ്ടപ്പെട്ടു, കുറച്ച് സമയം നഷ്ടപ്പെട്ടു, നിങ്ങൾക്കിടയിൽ കുറച്ച് സമയം നഷ്ടപ്പെട്ടു. അത് മറ്റുള്ളവരെ കൂടെ പരിഗണിക്കാൻ വേണ്ടിയുള്ള ആ ഒരു സമയമാണ് നഷ്ടപ്പെട്ടത്. പക്ഷെ ഇനിയും ബാലൻസ് ചെയ്ത് പോകണം, നിങ്ങളുമായിട്ടുള്ള സ്നേഹത്തെ ബാലൻസ് ചെയ്ത് പോകണം എന്നാണ് വീണ്ടും ആഗ്രഹിക്കുന്നത് എന്ന് തന്നെ കാണുന്നുണ്ട്. 3 ഓഫ് വാൻസ് ആണ്, നിങ്ങൾക്ക് വേണ്ടി മാത്രം. എക്സ്പ്ലോറിങ് ആൻഡ് ബോണ്ട്ലെസ് ലവ് ആണ്, നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഇവിടെ ആ തേർഡ് പാർട്ടി ഉണ്ട്. അപ്പോൾ അവർക്കിടയിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇവർ അന്വേഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം അവർ ഇവിടെ ചിന്തിക്കുന്നു, അന്വേഷിക്കുന്നു. അപ്പോൾ കാത്തു നിൽക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്നാണ് ഇവിടെ നമുക്ക് കാണുന്നത്. 6 ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. അപ്പോൾ ഇത് ഇവിടെ നിന്നും കടന്നു പോകണം, ഇത്തരത്തിലുള്ള ഈ സാഹചര്യങ്ങളിൽ നിന്ന്. ഇപ്പോൾ കുറച്ച് നെഗറ്റീവായ സാഹചര്യമായിരിക്കണം നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളും അവരും. കാരണം പരസ്പരം ഒരു വിദ്വേഷം ഉള്ളിൽ ഉണ്ടാവാമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. ഓവർകമ്മിങ് ആൻഡ് മൂവിങ് ഫോർവേഡ് എന്നാണ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനെ ഓവർകം ചെയ്യണം. പ്രശ്നങ്ങൾ ഇടയ്ക്ക് ഉണ്ടാകും, അപ്പോഴെന്തോ പ്രശ്നങ്ങൾ, ഒബ്സ്റ്റക്കിൾസ്, ചലഞ്ചസ് ഇതൊക്കെ ഇടയ്ക്ക് വന്നോട്ടെ. പക്ഷേ എന്താണ്, മൂവിങ് ഫോർവേഡ്, മുന്നോട്ട് പോകണം എന്ന് തന്നെ ചിന്തിക്കുന്നു നിങ്ങൾ. നിങ്ങളുമായിട്ട് ഒത്തുചേർന്ന് മുന്നോട്ട് തന്നെ പോകണം എന്നാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് എന്ന് തന്നെയാണ് കാണുന്നത്. നമുക്ക് അവരുടെ മെസ്സേജ്, അവരുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് ഉണ്ടെങ്കിൽ അത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. രണ്ടു മൂന്നെണ്ണം എടുക്കാവേ. എന്താണ് നിങ്ങളോട് അവരിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അത് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന മെസ്സേജ്. ഐ ഫീൽ സോറി ഫോർ ഡൗട്ടിങ് ഓൺ യു. ഞാൻ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ സംശയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയാൻ തയ്യാറാണ്. മനസ്സിലായോ? എൻ്റെ ഉള്ളിൽ വിഷമമുണ്ട്, ഞാൻ ദുഃഖിക്കുന്നു, നിങ്ങളെ ഒന്ന് സംശയിക്കേണ്ടി വന്നതിൽ എന്ന് ഇടയ്ക്ക് അവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം ആണോ, പ്രശ്നമാണോ എങ്കിൽ എന്നുള്ളതാണ്. ഇനി ഐ ആം ട്രൈയിങ് ടു ഇംപ്രൂവ് മൈസെൽഫ്. ഞാൻ ഇനി എന്നെ തന്നെ ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ അത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. എന്നെ തന്നെ ഇംപ്രൂവ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം എന്നുള്ള വിവരം അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. വളരെ നല്ല എനർജിയാണ് അല്ലെ. ഐ കനോട്ട് ഇമാജിൻ മൈ ലൈഫ് വിത്തൗട്ട് യു. എനിക്ക് ഒരിക്കലും, ഇനി എത്ര തേർഡ് പാർട്ടി വന്നാലും മറ്റാരെങ്കിലും ഒക്കെ ഇതിനിടയിൽ വന്നു കഴിഞ്ഞാൽ, നമ്മളുടെ ബന്ധത്തിനിടയിൽ വന്നാലും, എനിക്ക് നിങ്ങളില്ലാതെ ഒരു ജീവിതം, നിങ്ങളോടൊത്തുള്ള ജീവിതമല്ലാതെ എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. വളരെ നല്ല എനർജി അല്ലേ. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇനി ഐ ഫീൽ വി ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ. നമ്മൾ പരസ്പരം ഒത്തുചേരാൻ വേണ്ടി മാത്രം ജനിച്ചവരാണ് എന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ആ കാര്യം നിങ്ങളോട് പറയാൻ ഇവരിവിടെ ആഗ്രഹിക്കുന്നു. ഐ ആം ഡൺ വിത്ത് യു. ഞാൻ എപ്പോഴേ നിങ്ങളുടേതായി കഴിഞ്ഞിരിക്കുന്നു. ഐ ഫീൽ അട്രാക്റ്റഡ് ടുവേർഡ്സ് യു. പരസ്പരം നമ്മൾ അട്രാക്ഷനിലൂടെ നമ്മൾ മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഐ വാണ്ട് ടു റീകൺസിൽ. ഞാൻ ആഗ്രഹിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ഒരു റീകൺസിലേഷന് വേണ്ടി, വീണ്ടും ഒത്തുചേരാൻ വേണ്ടി ഞാൻ വീണ്ടും ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി നമ്മളൊന്ന് ഒത്തുചേരും, ചേരാതിരിക്കില്ല. ഈ വിവരം എനിക്ക് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് നിങ്ങളോട് ഇത് പറയണം എന്നാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് അവരുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്കുള്ള മെസ്സേജാണ്. ഇനി നമുക്ക് 2-3 ക്ലൂസ് കൂടി എടുക്കാം. ക്ലൂസ് എടുത്തില്ല എങ്കിൽ എല്ലാവരും പറയും ക്ലൂസ് എടുക്കണേ അല്ലേ. പലർക്കും ഇഷ്ടമാണ് ക്ലൂസ് എന്ന് തോന്നുന്നു. ഒരു 5-6 ക്ലൂസ് എടുക്കാവേ. ഇനി നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് നോക്കാം. ക്രിട്ടിസൈസിങ് വൺ അനദർ വിൽ ഓൺലി ലീഡ് ടു ഫർദർ അൺഹാപ്പിനെസ്. ലവ് ആൻഡ് അക്സെപ്റ്റ് ഈച്ച് അതർ ആസ് യുവർ റിലേഷൻഷിപ്പ് വിൽ മാജിക്കലി ട്രാൻസ്ഫോം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിട്ടിസൈസിങ്, നമ്മൾ പലപ്പോഴും പിണങ്ങിക്കഴിഞ്ഞാൽ
ഇണങ്ങിയിരിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇണങ്ങിക്കഴിഞ്ഞാൽ, ഇനി അഥവാ ഇണങ്ങിയിരിക്കുമ്പോഴാണെങ്കിൽ തന്നെയും ഒരാളിനെ പരസ്പരം ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. പലരുടെയും ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അല്ലേ. ചിലരൊക്കെ ആണെങ്കിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവരുടെ പങ്കാളിയെ എപ്പോഴും താങ്ങി നിർത്തും, പിന്താങ്ങും, സപ്പോർട്ട് ചെയ്യും. ചിലരാണെങ്കിലോ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അങ്ങാടിയിൽ തോറ്റ ഇതിന് അമ്മയോടെന്ന് പറയുന്നത് പോലെ അല്ലെ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും, അവർക്ക് എവിടെയെങ്കിലും ഒരു പരാജയം ഉണ്ടെങ്കിലോ, അവർക്ക് എവിടെയെങ്കിലും ആരോടെങ്കിലും അവർ സംസാരിച്ച് പരാജയപ്പെട്ടാൽ പോലും വന്നിട്ട് കുറ്റം പറയുന്ന ആരെ? സ്വന്തം പങ്കാളിയെ. അങ്ങനെ ചില സ്വഭാവമുണ്ട്. പക്ഷെ അതെല്ലാം കളയണം. അതാണ് ഇവിടെ പറയുന്നത്. പരസ്പരം ക്രിട്ടിസൈസ് ചെയ്യുന്ന സ്വഭാവമുണ്ട്, വിമർശിക്കുന്ന സ്വഭാവം. ചിലരൊക്കെ എത്രമാത്രം നല്ല രീതിയിൽ, വീട്ടിലാണെങ്കിൽ പോലും എത്രമാത്രം നല്ല രീതിയിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെപ്പോഴും ഒരു കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാതെ ഇനി ഏതെങ്കിലും പ്രശ്നത്തിലായാലും കുറ്റം പറയുന്ന ചില ആൾക്കാരുണ്ട്, വിമർശനം അതുപോലെ. അപ്പൊ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒൺലി ലീഡ് ടു ഫർദർ അൺഹാപ്പിനെസ്. അത് എങ്ങനെയാണ് മുന്നോട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസന്തുഷ്ടിയിലേക്കാണ്, ഒരു തരത്തിലുള്ള സന്തോഷം അനുഭവിക്കാനുള്ള വിധി ഇല്ലാതെയാകും. ആ ഒരു എനർജി ഇല്ലാതെയാക്കും, ഉള്ള സന്തോഷത്തെ കളഞ്ഞു കുളിക്കും അല്ലെ. നമ്മുടെ പങ്കാളിയോട് അല്പമെങ്കിലും നമുക്ക് നമ്മളെ കുറ്റം പറയുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ, എത്രമാത്രം സന്തോഷം ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതെയാക്കും. അതുകൊണ്ട് അത് പാടില്ല. ലവ് ആൻഡ് അക്സെപ്റ്റ് ഈച്ച് അതർ. സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? പരസ്പരം കൊടുത്തും വാങ്ങിച്ചും മുന്നോട്ട് പോകാനുള്ളതാണ്. സ്നേഹം എന്ന് പറയുന്നത് ആൻഡ് യുവർ റിലേഷൻഷിപ്പ് വിൽ മാജിക്കലി ട്രാൻസ്ഫോം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പരസ്പരം സ്നേഹിച്ച്, പരസ്പരം സപ്പോർട്ട് ചെയ്ത്, പരസ്പരം സ്നേഹിച്ച് ഒക്കെ പോയി കഴിഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ജീവിതം മാജിക്കലി ട്രാൻസ്ഫോം എന്നാണ് പറയുന്നത്. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാന്ത്രികമായ ഒരു സ്നേഹം അവിടെ നിലനിൽക്കും. അതുകൊണ്ട് പരസ്പരം പഴിചാരാതെ മുന്നോട്ട് വരിക, പരസ്പരം സപ്പോർട്ട് ചെയ്ത് തന്നെ വേണം. എന്ത് കുറ്റം കുറവും ഉണ്ടെങ്കിൽ സ്നേഹിക്കുക, അക്സെപ്റ്റ് ചെയ്യുക. കുറവുകളെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഡിവൈൻ ഗൈഡൻസ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ക്ലൂസ് ഒന്ന് നോക്കാം. കുറച്ച് ക്ലൂസേ ഞാൻ എടുത്തിട്ടുള്ളൂ. തൃശ്ശൂരാണ് ആദ്യം വന്നിരിക്കുന്നത്, തിരുവനന്തപുരം വന്നിട്ടുണ്ട്, കോഴിക്കോട് വന്നിരിക്കുന്നു, ലെറ്റർ കെ, ലെറ്റർ എൽ വന്നിരിക്കുന്നു, മലപ്പുറം വന്നിട്ടുണ്ട്, ജി എച്ച്, ലെറ്റർ ജി, ലെറ്റർ എച്ച്, ആലപ്പുഴ വന്നിട്ടുണ്ട്. ഇവിടെ ടോറസ്, ഇടവമാസം, കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം, അര, കണ്ണൂർ, ലിയോ, ചിങ്ങമാസം, മകം, പൂരം, ഉത്തരം, കാൽ, ലെറ്റർ ഐ, ലെറ്റർ ജെ, നമ്പർ 8, 8, സെപ്റ്റംബർ മന്ത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ക്ലൂസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ റീഡിങ് ആർക്കൊക്കെ ഇത് റെസൊണേറ്റ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ റെസൊണേറ്റ് ആവുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഈ റീഡിങ് ആർക്കൊക്കെ റെസൊണേറ്റ് ആവുന്നോ എങ്കിൽ അത് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സാഹചര്യം അനുസരിച്ച് എടുക്കണം നിങ്ങൾ കേട്ടോ. ആർക്കൊക്കെ ഇനി തേർഡ് പാർട്ടി ഉണ്ട് അതൊന്നും നമ്മൾ നോക്കിയിട്ടല്ലല്ലോ, നമ്മളിവിടെ വന്നിരിക്കുന്ന കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ട് വിരോധമൊന്നും ആർക്കും എന്നോട് തോന്നണ്ട. നിങ്ങൾക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.